ഹലോ ഗെയ്സ്, ഇന്ന് ഞങ്ങളൊരു യാത്രയ്ക്ക് പോവുകയാണ് കേട്ടോ. വേറെ എങ്ങുമല്ല, ഒരു അമ്പലത്തിലേക്കാണ്, എൻ്റെ സ്വന്തം നാട്ടിലേക്ക്. അപ്പോൾ ഞങ്ങൾ ബസ്സിലാണ് യാത്ര ചെയ്യണത്. കുഞ്ഞൂട്ടനും ഉണ്ട് കേട്ടോ കൂടെ. അപ്പം കേശുക്കുട്ടൻ ആദ്യമായിട്ട് യാത്ര ചെയ്യുന്നതുകൊണ്ടായിരുന്നു ഭയങ്കര പേടിയായിട്ട് ദീഞ്ചേട്ടനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം ഞങ്ങൾ കേശുക്കുട്ടനൊരു അവിടെ അമ്പലത്തിൽ ഉത്സവമായിട്ട് അവിടെ ഒരു വഴിപാടുണ്ട്, തുലാഭാരം. അപ്പോൾ അത് നടത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോണത്. രാവിലെ ഒന്നും ഭക്ഷണമൊന്നും കഴിക്കാണ്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. അപ്പോൾ കുഞ്ഞൂട്ടന് വിശക്കാൻ തുടങ്ങി. പിന്നെ ഞങ്ങൾ നേരിട്ട് ചെന്നൊരു ഹോട്ടലിലേക്ക് കയറി. അവിടെ ചെന്നപ്പോഴും നല്ല മസാല ദോശയുണ്ട് ഞങ്ങൾ ഓർഡർ ചെയ്താൽ. നല്ല അടിപൊളി മസാല ദോശയായിരുന്നു കേട്ടോ. അത് കഴിച്ച് പിന്നെ കേശുക്കുട്ടൻ ഒറ്റക്കങ്ങോട്ട് കഴിക്കണതാണ്. പിന്നെ അത് കഴിച്ച് ഞങ്ങൾ ഇറങ്ങി. പിന്നെ കുറേ ബസ് നോക്കിയെന്ന് ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ ഒരു ബസ് കിട്ടി ഞങ്ങൾ അമ്പലത്തിലേക്ക് വന്നു. അവിടെ നിന്ന് കേശുക്കുട്ടന് മുണ്ടൊക്കെ ഉടുപ്പിച്ച് ഞങ്ങൾ അവിടെ ശാന്തി പൂമാലയൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോഴൊക്കെ ഒന്നും കരച്ചിലോ ഒന്നുമില്ല, നല്ല സന്തോഷമായിട്ട് ഇരിക്കണേണ് കേട്ടോ. അപ്പോഴേക്കും ശാന്തി വന്നിച്ച് പറഞ്ഞ് ഒരു വാഴക്കൊല എടുത്ത് തന്നിട്ട് പറഞ്ഞ് ഇതുമായിട്ട് അമ്പലം ചുറ്റിയിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അമ്പലം ചുറ്റാനായിട്ട് നടക്കുകയാണ് കേട്ടോ. അപ്പം ആൾ പൂമാലയൊക്കെ ഇട്ട് കളിച്ചുകൊണ്ടിരിക്കണേ. അതേ ഊരി കയ്യിലെടുത്തു. പിന്നെ ഞാനത് മേടിച്ചു, അത് കെട്ടി രണ്ടാമത് ഇടാനുള്ള ശ്രമത്തിലാണ്. അവനെന്തോ ദേഷ്യം കയറുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ രണ്ടാമതേ ആ പൂമാല ഇട്ട് കൊടുത്ത് പിന്നെ വഴിപാട് കഴിക്കാനുള്ള ശ്രമമാണ്. വഴിപാട് കഴിച്ച് ഞങ്ങൾ വാഴക്കൊല വെച്ച് ഞങ്ങൾ വഴിപാട്. കേശുക്കുട്ടനെ ഇരിക്കാൻ കൂട്ടാക്കുന്നില്ല കേട്ടോ. അവൻ ചാടി ദീഞ്ചേട്ടൻ്റെ മേത്തോട്ടാണ് വീഴുന്നത്. അങ്ങനെ ഒരു വിധത്തിൽ ഞങ്ങളങ്ങനെ ശാന്തി പറഞ്ഞ എന്നാൽ എടുത്തോ, കുട്ടീനെ എടുത്തോ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അത് കഴിഞ്ഞപ്പോൾ ശാന്തി അതിൽ നിന്ന് 2-3 പഴം ഞങ്ങൾക്ക് വാഴയിലയിൽ പ്രസാദമായിട്ട് തന്ന്. അങ്ങനെ കരച്ചിലായി തോളേ കിടക്കണേണ്. അങ്ങനെ അമ്മ ഓടിപ്പോയി ഒരു ഓട്ടോറിക്ഷ മേടിച്ചിട്ട് വന്ന് ആളുടെ കരച്ചിൽ മാറ്റാൻ വേണ്ടിയിട്ടാണോ അങ്ങനെയൊക്കെ ഒരു ഓട്ടോറിക്ഷ കയ്യിലിട്ട് കൊടുത്തപ്പോഴേക്കും ആൾക്ക് സന്തോഷമായി. അങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ നോക്കണേണ്. ഓട്ടോറിക്ഷയുടെ ചക്രമൊക്കെ ഇപ്പം തന്നെ ഊരിയെടുക്കും. ഒരു 5 മിനിറ്റത്തേക്കേ ഉള്ളൂ വണ്ടിയൊക്കെ. അങ്ങനെ ഒരു ബലൂണായിട്ട് അടുത്ത ആൾ വന്നപ്പോഴത്തേനും ബലൂൺ വലിയ ഇഷ്ടമില്ലാത്ത കാരണം അതങ്ങോട്ട് മാറ്റി വെച്ച്. അത് നോക്കിയിട്ട് കണ്ണങ്ങോട്ട് മാറ്റിക്കളഞ്ഞ്. പിന്നെ ഓട്ടോറിക്ഷയിലാണ് വലിയ ഇഷ്ടം. പിന്നെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോകാമെന്നുള്ള രീതിയിൽ ഞങ്ങൾ അവിടെ ഇരിക്കുകയാണ്. അപ്പം കേശുക്കുട്ടന് കുറച്ച് കൂട്ടുകാരൊക്കെ കിട്ടി. അപ്പോൾ അവരായിട്ട് കളിയായി. വൈകിട്ടായപ്പോൾ ഘോഷയാത്രയൊക്കെയാണ് കേട്ടോ ഞങ്ങൾ വന്നത്. പിന്നെ കുട്ടികളൊക്കെ കൊട്ട് കേട്ടപ്പോൾ തുള്ളാൻ തുടങ്ങി. പിന്നെ കേശുക്കുട്ടനായിട്ട് തുള്ളാൻ നോക്കിയിട്ട് കേശുക്കുട്ടൻ കരച്ചിൽ തന്നെ. കേശുക്കുട്ടൻ ഇങ്ങനത്തെ ബഹളങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ ആകെ കരച്ചിൽ തന്നെ ആയിരിക്കുള്ളൂ. പിന്നെ എല്ലാ നല്ല ആഘോഷമൊക്കെ ഇരുന്ന് പെൺകുട്ടികളാണ് കേട്ടോ കൂടുതൽ തുള്ളണത്. അങ്ങനെ ഞങ്ങൾ ഓരോ ഐസ്ക്രീമൊക്കെ കഴിച്ച്. പിന്നെ കുട്ടികൾക്ക് ഞങ്ങൾക്ക് കുറേ വളകളും ക്ലിപ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് കടകളിൽ കയറി. എല്ലാം നല്ല അടിപൊളി സാധനങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. ക്ലിപ്പൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ 1-2 സാധനങ്ങളൊക്കെ മേടിച്ചു. തിരക്കിനിടയിൽ ഞങ്ങൾ ഒരു പൊതി അവിടെ കടയിൽ വെച്ച് മറന്നു പോയി കേട്ടോ. പിന്നെ വെടിക്കെട്ടൊക്കെ കണ്ടിട്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.